ജൂൺ 1-ാം തീയതി നടക്കുന്ന എയിംസ് BSc നേഴ്സിംഗിൻ്റെ അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ആയിട്ടുണ്ട്. BSc നേഴ്സിംഗിൻ്റേത് മാത്രമാണ് ജൂൺ എൻഡിൽ നടക്കുന്ന പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടില്ല. ഇത് BSc നേഴ്സിംഗിൻ്റേത് മാത്രമാണ്. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡ് ഈസ് വാലിഡ് ഓൺലി ഇഫ് പ്രിന്റഡ് വിത്ത് ഡൊമൈൻ IP അഡ്രസ്, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ മേലെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു IP അഡ്രസ്സ് കാണാം, ഡേറ്റ് ഓഫ് പ്രിന്റിംഗ് കാണാം, ടൈം ഓഫ് പ്രിന്റിംഗ് കാണാം. ഇത് മൂന്നും നിർബന്ധമാണ്. ഇങ്ങനെയുള്ള അഡ്മിറ്റ് കാർഡാണ് എടുക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഏറ്റവും ടോപ്പിൽ ഈ IP അഡ്രസ്സും ഡേറ്റും ടൈമും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള അഡ്മിറ്റ് കാർഡ് പെർമിറ്റ് ചെയ്യൂ. രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് BSc ഓണേഴ്സിൻ്റെ നേഴ്സിംഗ് ഫോർ അഡ്മിഷൻ അറ്റ് എയിംസ്, അതിൻ്റെ അഡ്മിറ്റ് കാർഡാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ അഡ്മിറ്റ് കാർഡിന് താഴേക്ക് നോക്കിയാൽ നിങ്ങളുടെ റോൾ നമ്പർ കാണാം, രജിസ്ട്രേഷൻ ID കാണാം, നിങ്ങളുടെ പേരുണ്ടാവും, നിങ്ങളുടെ കാറ്റഗറി ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഏത് ID കാർഡാണ് രജിസ്ട്രേഷൻ ഉപയോഗിച്ചതെന്നുണ്ടാവും, അതിൻ്റെ നമ്പറും ഉണ്ടാവും. ഇതാണ് നിങ്ങൾ എക്സാമിന് കൊണ്ടുപോവേണ്ട ഡോക്യുമെന്റ്. എക്സാമിനേഷൻ സെന്റർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് കോയമ്പത്തൂരാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കോയമ്പത്തൂരാണ് എക്സാം വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫും ഉണ്ടാവും. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ജൂൺ 1-ാം തീയതിയാണ്. റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത് 6:30-ക്കാണ്, രാവിലെ 6:30-ക്കാണ്. എൻട്രി തുടങ്ങുന്നത് 7 മണിക്കാണ് രാവിലെ, എൻട്രി ക്ലോസ് ചെയ്യുന്നത് 8:30-ക്കാണ്. എക്സാമിൻ്റെ സമയം 9 മണി തുടങ്ങി 11 മണി വരെയാണ്. ഇതാണ് ആ പേജിൽ പറഞ്ഞത്. ഒറ്റ പേജ് അഡ്മിറ്റ് കാർഡ് ഉള്ളൂ. ചില കുട്ടികൾ ഈ പേജ് എടുക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ചെറിയ കോളമൊക്കെ അടുത്ത പേജിൽ പോയിട്ടുണ്ടാവും. അത് ആ കഫയിൽ പറഞ്ഞാൽ അവരൊരു പേജിക്കാക്കി അലൈൻ ചെയ്ത് തരും. അതായിരിക്കും ബെറ്റർ. ഒരു പേജിലേക്ക് എടുക്കുകയാണ്. ഇനി ഒരു കാരണവശാലും നടക്കുന്നില്ലെങ്കിൽ മാത്രം അത് അടുത്ത പേജിലേക്ക് പൊക്കോട്ടെ, ബട്ട് മാക്സിമം ഒരു പേജിലേക്ക് അത് ഒതുക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ ടോപ്പിലുള്ള ഡീറ്റെയിൽസ്. ഇനി ആ പേജിൻ്റെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇൻസ്ട്രക്ഷൻസ്. കാൻഡിഡേറ്റ് മസ്റ്റ് റിപ്പോർട്ട് ആസ് പെർ ദ റിപ്പോർട്ടിംഗ് ടൈം. റിപ്പോർട്ടിംഗ് ടൈമിലെത്തണം. No candidate shall be permitted to enter after the entry closure time. അതായത് ഗേറ്റ് ക്ലോസിംഗ് ടൈം കഴിഞ്ഞാൽ ഒരാളെയും പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ no candidate shall be permitted to leave the exam hall before the end of exam. എക്സാം കഴിയാതെ പുറത്തുവിടില്ല. Then all candidates are required to read the instruction available in admit card. ഈ ഇൻസ്ട്രക്ഷൻസ് വായിച്ചിരിക്കണം. ഞാനത് ഓൾമോസ്റ്റ് ഈ ഇൻസ്ട്രക്ഷൻസ് ഇതിൽ പറയും. എന്നിട്ട് അതിന് താഴെ നിങ്ങൾക്ക് ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇവിടെ ഒരു സിഗ്നേച്ചർ ഇട്ടാൽ മാത്രം മതി. ആ സിഗ്നേച്ചർ നിങ്ങളോട് എപ്പോഴാണ് ഇടേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ ഇടുക. വീട്ടിൽ നിന്ന് ഇടേണ്ടതില്ല, ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ ഇടുക. സപ്പോസ് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്, അവർക്ക് സൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം തമ്പ് ഇംപ്രഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് മാത്രമാണ്. ബാക്കി എല്ലാവരും തന്നെ അവിടെ സൈൻ ചെയ്യണം. ഇത് ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിലാണ്, ഇപ്പോഴല്ല. അതവിടെ ബ്ലാങ്ക് ആക്കി വിട്ടേക്കുക. ഇനി അതേ അഡ്മിറ്റ് കാർഡിന്റെ ആ പേജിന്റെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ നോക്കുക, പ്ലീസ് ക്യാരി വിത്ത് യു. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഒന്ന് അഡ്മിറ്റ് കാർഡാണ്. അതിൽ ശ്രദ്ധിക്കുക, അഡ്മിറ്റ് കാർഡ് ദാറ്റ് ഹാസ് എ ക്ലിയർ പ്രിന്റ് ഔട്ട് ഓഫ് യുവർ അപ്ലോഡഡ് ഫോട്ടോഗ്രാഫ്. നിങ്ങൾ അന്ന് അപ്ലോഡ് ചെയ്ത ഫോട്ടോഗ്രാഫിന്റെ ക്ലിയർ ഇമേജ് ആ അഡ്മിറ്റ് കാർഡിലുണ്ട്. ആൻഡ് യുവർ സിഗ്നേച്ചർ ഓൺ ദ എബൌ ഡിക്ലറേഷൻ. ഇതിന് മേലെ ആ ഡിക്ലറേഷനിൽ ഞാൻ ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ സൈൻ ചെയ്യാൻ പറഞ്ഞ ആ ഡിക്ലറേഷൻ ഉണ്ടാവും. എന്നിട്ട് പ്രിഫറബിളി ഇൻ കളർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അഡ്മിറ്റ് കാർഡ് കളർ നിർബന്ധമല്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷെ പ്രിഫറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബെറ്റർ എന്താണ്, കളർ തന്നെ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് വാലിഡ് ഫോട്ടോ ID ആസ് ഇൻഡിക്കേറ്റഡ്. മേലെ നമ്മൾ പറഞ്ഞു ആധാർ കാർഡാണ്. തൊട്ട് മുമ്പ് ഞാൻ കാണിച്ചിരുന്നു, അവിടെ ആധാർ കാർഡാണ്, അതിന് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇപ്പൊ ഈ കുട്ടിയുടെ കേസിലാണ് ആധാർ കാർഡ്. ഇനി ആരെങ്കിലും പാസ്പോർട്ട് വെച്ചോ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ അഡ്മിറ്റ് കാർഡ് വെച്ചോ, അല്ലെങ്കിൽ അങ്ങനെ വോട്ടേഴ്സ് ID ഉപയോഗിച്ചോ, അങ്ങനെ ഏതാണോ നിങ്ങളുടെ ഈ അഡ്മിറ്റ് കാർഡിന്റെ തുടക്കത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്, ആ ID പ്രൂഫ് തന്നെയാണ് കൊണ്ടുപോവേണ്ടത്. ഏതെങ്കിലും ID പ്രൂഫ് അല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ID പ്രൂഫ് തന്നെ വേണം. ഇനി യു വിൽ നോട്ട് ബി അലൗഡ് ഫോർ എക്സാമിനേഷൻ വിതൗട്ട് അഡ്മിറ്റ് കാർഡ് ആൻഡ് വാലിഡ് ID പ്രൂഫ്. നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫും ഉണ്ടാവണം. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ബയോമെട്രിക്കിന്റെ ഒരു ചെക്കിംഗ് ഉണ്ടാവും, ഐറിസ് ചെക്ക് ഉണ്ടാവും. അപ്പോൾ അത് നോർമൽ എല്ലാ എക്സാമിനുമുള്ള പ്രൊസീജിയർ തന്നെ. പിന്നെയുള്ള ഇൻസ്ട്രക്ഷൻ ഏതൊക്കെയാണ് വാലിഡ് ID പ്രൂഫ്. ഇത് നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതില്ല. ഇതിന്റെ റീസൺ മേലെ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ID പ്രൂഫാണ് കൊണ്ടുപോകേണ്ടത്. അത് ഏതൊക്കെയാവാം, ആധാർ കാർഡ് ആവാം, അല്ലെങ്കിൽ ഈ ആധാറിന്റെ ഒറിജിനൽ ആവാം, പാസ്പോർട്ടിന്റെ ഒറിജിനൽ ആവാം, വോട്ടേഴ്സ് ID ആവാം, പാൻ കാർഡ് ആവാം, ഡ്രൈവർ ലൈസൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, 12th ക്ലാസിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ CBSEയോ എന്തുമായിക്കോട്ടെ അവിടുത്തെ അഡ്മിറ്റ് കാർഡും ആവാം. ഇത്രയൊക്കെയാണ് സാധാരണ വാലിഡ് ID ആയിട്ട് കൺസിഡർ ചെയ്യുക. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓൾ അതർ ID
ഓർ ഫോട്ടോ കോപ്പീസ് ഓഫ് ID, മറ്റേതെങ്കിലും ഐഡിയോ, ഇതിൽ പറയാത്ത ഏതെങ്കിലും ഐഡിയോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ ഐഡികളുടെ ഫോട്ടോസ്റ്റാറ്റോ ആണെങ്കിൽ പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ മൊബൈൽ ഫോണിലുള്ള സ്കാൻഡ് ഇമേജ് പെർമിറ്റ് ചെയ്യില്ല. ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല. ഈ പറഞ്ഞിരിക്കുന്ന 6 ടൈപ്പ് അല്ലാതെ മറ്റൊന്നും പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ ഏതാണ് നല്ലതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന അഡ്മിറ്റ് കാർഡിന്റെ മേലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിന്റെ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്ന ID പ്രൂഫ് തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇനി പറഞ്ഞിരിക്കുന്നത് എൻട്രി ക്ലോസ് ചെയ്യുന്നത് 8:30-ക്കാണ്. അതിനുശേഷം ഒരാളെയും കടത്തിവിടില്ല. ഷൂസ്, അതേപോലെ ഫുട്വെയർ വിത്ത് തിക് സോളുള്ള ചെരുപ്പുകൾ, ഷൂസ്, ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല. ലാർജ് ബട്ടണുള്ള ഡ്രസ്സ് പെർമിറ്റ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് സേഫ് എന്താണ്? നിങ്ങൾ നീറ്റ് എക്സാമിന് പോയ അതേ പാറ്റേണിൽ പോയാൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ പ്രോഹിബിറ്റഡ് ഐറ്റംസ്, അത് മൊബൈൽ ഫോൺ, വാച്ച്, ഇലക്ട്രോണിക് ഐറ്റംസ്, ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും സേഫ് കീപ്പിങ്ങിനുള്ള ഫെസിലിറ്റിയും ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങൾ തന്നെ സൂക്ഷിച്ചോളുക. അതായത് നിങ്ങളുടെ കൂടെ അക്കമ്പനി ചെയ്ത് വരുന്ന ആരാണോ അവർ സൂക്ഷിക്കുക എന്നല്ലാതെ ഇവര്, അതായത് എയിംസിന്റെ അതോറിറ്റി ഒരിക്കലും നിങ്ങൾക്ക് അത് സേവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യില്ല. പിന്നെയുള്ളത് റിലീജിയസ് അല്ലെങ്കിൽ കസ്റ്റം ഡ്രസ്സ് പ്രിഫർ ചെയ്യുന്നവരും ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവരും നിർബന്ധമായിട്ട് അവരുടെ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ എത്താൻ ശ്രദ്ധിക്കുക. കുറച്ച് നേരത്തെ എത്തുക. കാരണം റിലീജിയസ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ ആ ഫ്രിസ്കിംഗ് പ്രോസസ്സ് കുറച്ച് സമയമെടുക്കും എന്നുള്ളത് കൊണ്ട്. ഇനി അഡ്മിറ്റ് കാർഡിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാം. അഡ്മിറ്റ് കാർഡ് ഒരു സൈഡിലാണ് എടുത്തിരിക്കുന്നത്, അതിന്റെ ബാക്കിൽ ബ്ലാങ്ക് ആണ്. അത് നിങ്ങൾക്ക് റഫ് വർക്കിന് ഉപയോഗിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഷീറ്റും തരും. എക്സാം കഴിയുമ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും റഫ് വർക്കിന് ഉപയോഗിച്ച ഷീറ്റും തിരിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഈ അഡ്മിറ്റ് കാർഡ് എക്സാം കഴിയുമ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിന്റെ ഒരു കോപ്പി നിങ്ങൾ ഫോണിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. പിന്നീടുള്ള ആവശ്യങ്ങൾക്കും അത് ആവശ്യമുണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതിന്റെ ഒരു കോപ്പി കയ്യിൽ സൂക്ഷിക്കുക. ഇനി അഡ്മിറ്റ് കാർഡിന്റെ ലാസ്റ്റ് സെഷനിലേക്ക് വരുന്നു. ഇത് നോക്കിയാൽ കാണാം, ഞാൻ ഈ കൊടുത്തിരിക്കുന്ന അഡ്മിറ്റ് കാർഡിൽ ഇത് 2 പേജിലായി പോയി. മാക്സിമം ഇത് 1 പേജിലേക്ക് കൊണ്ടുവരിക. ഇത് നിങ്ങളുടെ ഉപയോഗത്തിനുള്ളതല്ല, ഇത് അവരുടെ ഒഫീഷ്യൽ യൂസിനുള്ളതാണ്. അപ്പോൾ ഇന്റേണൽ യൂസ്, അതായത് ഒഫീഷ്യൽ യൂസിനുള്ളതാണ്. നിങ്ങൾ ഇതിൽ ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ ഭാഗമായിരിക്കണം. അഡ്മിറ്റ് കാർഡിന്റെ ലാസ്റ്റ് ആ 1 പേജിൽ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അടുത്ത പേജിലേക്ക് കൊണ്ടുപോകാം. ബെറ്റർ എന്താണ്, 1 പേജിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് വരികയാണെങ്കിൽ അതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.